തിരുനാവായ മാമാങ്കം ഉത്സവത്തിന് ഫെബ്രുവരി 9 കൊടിയേറ്റം നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഭാരതപ്പുഴ സംരക്ഷണവും പൈതൃകോത്സവത്തിന്റെ തിരിച്ചുവരവുമാണ് തിരുനാവായ മാമാങ്കം ഉത്സവത്തെ കാണുന്നതെന്ന് അരീക്കര മന സുധീർ നമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതപ്പുഴയുടെ ആ നദിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും മറ്റും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവും ആ പൈതൃകമായ ഉത്സവം കൊണ്ടാടുക എന്ന ലക്ഷ്യവും ആണ് ഇതിന്റെ പിന്നിൽ. കഴിഞ്ഞ 2 വർഷമായി പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ ഉള്ള ഈ യാത്ര ഈ വർഷവും അതേ തരത്തിൽ അതിലും ഗംഭീരമായി കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ്. വരും വർഷങ്ങളിൽ 28 ദിവസമായി നടന്നു വന്നിരുന്ന ഈ ഉത്സവം വരും വർഷങ്ങളിൽ 28 ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് സംഘടക സമിതിയുടെ ഇതിലുള്ളത്. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തി വരുന്നു. തിരുനാവായ മാമാങ്കം ആഘോഷത്തിന്റെ ഭാഗമായ ശ്രീചക്ര രഥയാത്ര ഫെബ്രുവരി 8 കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. ഭാരതപ്പുഴയോരത്തു കൂടിയുള്ള രഥയാത്രയ്ക്ക് പുഴയ്ക്കിരുവശമുള്ള ക്ഷേത്രങ്ങളിൽ സ്വീകരണമൊരുക്കും. ആറാട്ട്, നിള ആരതി, ശ്രീചക്ര പൂജ, സുബ്രഹ്മണ്യ പൂജ, പവിത്ര ഇഷ്ടിയാഗം, സന്യാസി സംഗമം എന്നിവ ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം മാമാങ്കത്തിന് 13 കൊടിയിറങ്ങുമെന്നും സുധീർ നമ്പൂതിരി പറഞ്ഞു. സതീഷ് പൊന്മല, കൃഷ്ണകുമാർ പുല്ലൂരാൻ, CP രാജൻ, ശശിധരൻ കുറ്റിപ്പുറം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.